അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ പലർക്കും തലയ്ക്ക് അടി കിട്ടിയതുപോലെ, അതായത് വെള്ളടി വെട്ടുക എന്ന് പറയത്തില്ല എന്നതൊക്കെ പോലെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം എന്താണെന്നല്ലേ, രാവിലെ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. പ്രേക്ഷക വിധി പ്രകാരം ഓണത്തിന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനായിട്ട് പ്രേക്ഷകർ തിരഞ്ഞെടുത്തേക്കുന്നത് നമ്മുടെ അനുമോളയാണെന്ന്. ഇത് കേട്ടതും പലരുടെയും കിളി പോയി അവിടെ. ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ബിന്നിയുടെ ഫേസാണ്. ബിന്നി എന്തൊക്കെയോ പറയുന്നുണ്ട്, കാരണം അത്ര കുശുമ്പ് കയറിയിരിക്കായിരുന്നല്ലോ. ശൈത്യൊക്കെയാണ് അടി കിട്ടിയതുപോലെ, കാരണം പുറത്ത് ഇത്രയും ഫാൻസ് അനുവിനുണ്ടെന്നുള്ളത് ശൈത്യം ഇപ്പോഴാണ് അറിയുന്നത്. മറുകണ്ഠം ചാടിയതാ. അനുവിന് നെഗറ്റീവ് ആയിരിക്കും പുറത്ത്, മറ്റേ ഗ്രൂപ്പിന്, അപ്പാനി ഗ്രൂപ്പിനായിരിക്കും പോസിറ്റീവ് എന്ന് പറഞ്ഞ് ഇല്ലാത്തയും പൊല്ലാത്തയും എല്ലാം കഥകൾ ചെന്നിട്ട് അവിടെ അങ്ങോട്ട് വിളമ്പി കൊടുത്തു. ഇതൊന്നും പുള്ളിക്കാരി ഇപ്പം പറയുന്നുണ്ട്, യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞാൻ നല്ലവണ്ണോ കളിക്കുന്നത് നിൽക്കുന്നതെന്നൊക്കെ അവളോട് പറയാൻ ആദിലയോട് പറയുന്നുണ്ട്. ആദില പറയുന്നുണ്ട് എനിക്ക് പറ്റത്തില്ല, നീ തന്നെ പോയി പറഞ്ഞു. ആദിലയും ഒക്കെ ആണെങ്കിലും കുറച്ചൊരു മാറ്റം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും അനുവിന് പുറത്ത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞ് മറുകണ്ഠം ചാടിയ വ്യക്തികളാണ്. ഇപ്പൊ ആകെപ്പാടെ പുലിവാല് പിടിച്ചത് പോയി. എസ്പെഷ്യലി നമ്മുടെ റെന ഫാത്തിമ നമ്മളുടെ മസ്താനിയോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ മസ്താനി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മറന്നുപോയി, നിങ്ങൾ എത്രമാത്രം ഒരാളെ ടോർച്ചർ ചെയ്യുന്നോ, ഒരാളുടെ പുറകിൽ നടന്ന് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നോ, ആ ആൾക്കാണ് പുറത്ത് പ്രേക്ഷകരുടെ ഇടയിൽ സിമ്പതി കിട്ടുന്നതും പ്രേക്ഷകർ അവരെയാണ് ഇഷ്ടപ്പെടുന്നതെന്നും. ഇത് 1 മുതൽ 6 വരെയുള്ള സീസൺ മാത്രമല്ല, നമ്മൾ ഈ ഒരു ഷോ തുടങ്ങേണ്ടത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. അവിടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് പ്രതിനിധീകരിച്ചത് ശില്പ ഷെട്ടിയായിരുന്നു. ശില്പ ഷെട്ടി ഈ പറഞ്ഞ തൊട്ട് വിദേശ വനിതകളിട്ട് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അവർ മാക്സിമം പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അവസാനം എന്താ പറ്റി, പക്ഷെ അന്ന് ഇന്നത്തെ കുട്ടി ക്യാമറയുണ്ട്, പുറത്ത് ഇത് അറിയുന്നൊന്നും അവർക്കറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും റിയലായിട്ട് നിന്നു. അപ്പം അന്ന് പുറത്ത് പ്രേക്ഷകർ അതിന് കോടിക്കണക്കിന് രൂപയുടെ ആ സമ്മാനം നേടിയെന്ന് പറഞ്ഞാൽ ശില്പ ഷെട്ടിയായിരുന്നു. സെയിം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഏത് സീസൺ നോക്കിയാലും അല്ലെ എവിടെ നോക്കിയാലും അറിയാം, ഒരാളെ ആവശ്യമില്ലാതെ ടോർച്ചർ ചെയ്യുന്നോ, ആ ടോർച്ചർ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ പക്ഷത്തായിരിക്കും കൂടുതൽ ആൾക്കാർ. അത് മലയാളികളെന്നല്ല, ലോക ജനത തന്നെ അങ്ങനെയാണ്. എസ്പെഷ്യലി മലയാളികൾക്ക് കുറേയേറെ ഇതൊക്കെ കണ്ടാലും കേട്ടാലും മനസ്സിലാകും. പ്രത്യേകിച്ച് അനുമോളുടെ കാര്യത്തിൽ, അനുമോൾ 10-11 വർഷം കൊണ്ട് പുറത്തുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊന്നും അറിയാതാണ് ഇവിടെ പലരും ആ അനുമോൾക്കെതിരെ ഈ ടോർച്ചറിങ്ങും ബുള്ളിങ്ങും ഒക്കെ നടത്തിയത്. ഇപ്പം എന്തായാലും ഇതിന് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കിളി പോയ അവസ്ഥയാണ്. അനുമോളപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും പായസമാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അനീഷും അഭിലാഷം മാത്രമാണ് അനുമോളോട് വന്ന് സംസാരിക്കുന്നതും അല്ലെങ്കിൽ എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നതും. അപ്പോൾ അനുമോളോട് ഇവർ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറഞ്ഞു. അഭിലാഷ് പറഞ്ഞു. അപ്പോൾ അനുമോള് പറഞ്ഞു ഇല്ല എനിക്ക് എന്താണെങ്കിലും ഇഷ്ടമില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു ഓക്കെ പായസം എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പായസം എന്ന് ചോദിച്ചപ്പം കളറുള്ള പായസം എന്ന് അനീഷ് പറഞ്ഞപ്പോൾ അനുമോള് പറഞ്ഞു അതിന് ശർക്കരയൊക്കെ ഇതുപോലെ ഉരുക്കിയൊക്കെ എടുക്കണം, പക്ഷെ നമുക്ക് ബിഗ് ബോസ് ഏതാണോ തരുന്നത് അതെടുക്കാം, അതാകുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റും, ഓണമല്ലേ എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അങ്ങനെ അനുമോള് ഭയങ്കര ഹാപ്പി ആയിട്ട് ക്യാമറയ്ക്ക് മുൻപിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ അനീഷിനെ ബാക്കിൽ കാണാൻ നല്ല സന്തോഷമായിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് ചിരിച്ചുകൊണ്ട് കാണാം. ബാക്കി ഒരൊറ്റ ഒരെണ്ണത്തിനെ അവിടെ കാണുന്നില്ല. കാരണം അനുമോളെ കിച്ചൺ ടീമിലിട്ട ശരത്ത് എന്ന് പറഞ്ഞ് ഇവളെ ഞാൻ അവിടെ ഇട്ട് വലിച്ച് കീറി ഒട്ടിച്ച് പുറത്തു വിടും. ബാക്കിയുള്ളവരുടെയൊക്കെ കമൻ്റ് ആയിരുന്നു അനുമോള് ഫുഡ് തരത്തില്ല. അനുമോള് ഫുഡ് ഒരിക്കൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചരുവം കൊണ്ടുവന്ന് ഓരോരുത്തർക്കും മതിയോ ചോദിച്ച് വാരി ഇട്ട് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം അങ്ങാണ്ട് ഇത്രേ ഉള്ളൂ അല്ലെ ഇത്രയും മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കായിരുന്നു ഇത്രയും ബുള്ളിങ് വന്നത്. ഏതായാലും പ്രേക്ഷകരെ നമിക്കുന്നു. പ്രേക്ഷകരാണ് ശരിയായ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. അതിന് എല്ലാവർക്കും താങ്ക്സ്. കാരണം അങ്ങനെ തന്നെ വേണം. ഓക്കെ, അടുത്ത അപ്ഡേറ്റുമായി ഇനിയും വരാം.